ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കഴിഞ്ഞാൽ പുതിയൊരു ആഴ്ച നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വളരെയധികം ഗ്രഹങ്ങളുടെ സ്വാധീനം വന്നു ചേരുന്ന ഒരു ആഴ്ച കൂടിയാണ്. അതായത് നിങ്ങളുടെ തൊഴിൽ, സാമ്പത്തികം, കുടുംബജീവിതം, ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രണയം തുടങ്ങിയ മേഖലകളിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും. അതായത് നിങ്ങളുടെ നക്ഷത്ര ജാതക പ്രകാരം ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഈ ആഴ്ച വന്നു ചേരുക. അതുപോലെ തന്നെ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ചെയ്യാവുന്ന ലളിതമായ പരിഹാരങ്ങളും ഉൾപ്പെടുത്തി ഈ ആഴ്ചത്തെ വാരഫലം നോക്കാം. ഈയൊരു ആഴ്ച ആദിത്യൻ മിഥുനം, കർക്കിടകം രാശികളിലാണ്. ജൂലൈ 16 രാത്രിയിൽ ആദിത്യൻ്റെ കർക്കിടക സംക്രമം, പുണർദം ഞാറ്റുവേല കാലം കൂടിയാണ്. ചന്ദ്രൻ കറുത്ത പക്ഷത്തിൽ ജൂലൈ 14 കറുത്ത വാവ്. അതുപോലെ 15 മുതൽ ചാന്ദ്രമാസമായ ആഷാഢം ആരംഭിക്കുന്നു. ജൂലൈ 17 കർക്കിടക മാസം തുടങ്ങുകയാണ്. വ്യാഴം കർക്കിടകത്തിൽ ഉച്ചസ്ഥനാണെങ്കിലും ജൂലൈ 15 ബുധൻ അസ്തമയം മുതൽ 28 ദിവസം നീളുന്ന മൗഢ്യം ആരംഭിക്കുന്നു. ശനി മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിലും, രാഹു കുംഭത്തിൽ അവിട്ടത്തിലും, കേതു ചിങ്ങത്തിലും മകത്തിലുമായി തുടരുന്നു. കുജൻ ഇടവം രാശിയിൽ രോഹിണിയിലും, ബുധൻ മിഥുനം രാശിയിൽ പുണർദത്തിലും വക്രമൗഢ്യത്തോടെ സഞ്ചരിക്കുന്നു. ശുക്രൻ ചിങ്ങം രാശിയിൽ മകം പൂരം നക്ഷത്രങ്ങളിലാണ്. ഈയൊരു ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈയൊരു ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈയൊരു ആഴ്ച അനുകൂല സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ കൂടുതൽ പരിശ്രമം ആവശ്യമാണ്. നിങ്ങളുടെ കഴിവുകൾ ഉണർന്നു പ്രവർത്തിക്കും. അതുപോലെ പുതിയ കാര്യങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങൾ എങ്ങനെ ക്രമീകരിക്കണം എന്നതിനെക്കുറിച്ചും ആലോചിക്കുന്ന ഒരു വാരമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടും. അതുപോലെ ഗൃഹ അന്തരീക്ഷം അത്ര മെച്ചപ്പെട്ടതാകില്ല. പൊരുത്തപ്പെടുവാനുള്ള നിങ്ങളുടെ ശ്രമം വിജയിക്കുവാൻ വളരെയധികം സമയമെടുക്കും. വ്യാപാരികൾക്ക് പണമിടപാട് സുഗമമാകും. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ആശിച്ച വിഷയങ്ങളിൽ ഉപരിപഠനം സാധ്യമാകുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഈയൊരു ആഴ്ച പ്രതീക്ഷിക്കാം. ഞായർ, ബുധൻ ദിവസങ്ങളിൽ വളരെയധികം ഗുണം കുറയുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ ഓം നമോ നാരായണ മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. ഭഗവാന് മഞ്ഞപ്പൂക്കൾ സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ഈയൊരു ആഴ്ച വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. അതായത് ഗൃഹത്തിലായാലും പുറത്തായാലും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വാരമാണ്. യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുവാൻ കഴിയുന്നതാണ്. അതുപോലെ 2 ചൊവ്വ 3 നക്ഷത്രത്തിലാകിയാൽ വാക്കിൽ വളരെയധികം ശ്രദ്ധ വേണം. സൗകര്യപ്രദമായ വാടക വീട് തരപ്പെട്ട് കിട്ടും. അർഹതയ്ക്കൊത്ത ജോലി ലഭിക്കുവാൻ ഇനിയും കാത്തിരിപ്പ് നിങ്ങൾക്ക് തുടരേണ്ടതാണ്. ഭാവന ഉണരുവാൻ 5 ശുക്രൻ കാരണമാകും. അതുപോലെ മക്കളുടെ കാര്യത്തിലെ ആശങ്കകളെല്ലാം കുറഞ്ഞു കിട്ടും. കടം കൊടുത്തു തീർക്കുവാൻ നിർബന്ധമുണ്ടാകും. അതുപോലെ തന്നെ ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ഗുണം കുറയുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ദുർഗാ ദേവിയെ പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് തെളിയിക്കുക. അതുപോലെ ദാനം നൽകുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. ഈയൊരു ആഴ്ച നിങ്ങളുടെ സഹജ ഗുണങ്ങൾ പ്രകാശിപ്പിക്കുവാൻ സാധിക്കും. ഔദ്യോഗിക കാര്യങ്ങളിൽ ഏകോപനം ആദരിക്കപ്പെടും. ഫയലുകൾ തീർപ്പാക്കാൻ വ്യഗ്രതയുണ്ടാകുന്നതാണ്. സുഹൃത്ത് ബന്ധങ്ങളിൽ ഈയൊരു ആഴ്ച വളരെയധികം കരുതൽ വേണം. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് ധനക്ലേശമുണ്ടാകും. മക്കളുടെ ഉപരിപഠന കാര്യത്തിൽ വ്യക്തത ലഭിക്കുന്നതാണ്. ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കുക.
പ്രണയ അനുഭവങ്ങൾ ഊഷ്മളമാകും. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അല്പം മനക്ലേശങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവക്ഷേത്ര ദർശനം നടത്തി ജലാഭിഷേകം നടത്തുക. അതുപോലെ ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് കറുത്ത പക്ഷം തുടരുകയാൽ ഈയൊരു ആഴ്ച മധ്യം വരെ മനസ്സ് ചഞ്ചലമായിക്കൊണ്ടിരിക്കും. അതുപോലെ പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ വൈകുന്നതാണ്. ചൊവ്വ നിങ്ങളുടെ ജന്മനക്ഷത്രത്തിലൂടെ കടന്നു പോകുന്നതിനാൽ ദേഷ്യം അധികമാകും. അകാരണമായി കലഹിക്കുവാനും ഇടയുണ്ട്. കുടുംബജീവിതത്തിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും തുടർക്കഥയാകും. നവസംരംഭങ്ങളുടെ ചർച്ചകൾ ഏതാണ്ട് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. തുടങ്ങാൻ അല്പം കൂടി കാത്തിരിക്കുന്നത് ഗുണകരമാകും. ധനവരവ് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ വന്നു ചേരും. എന്നാൽ ചെലവും കൂടി വർദ്ധിക്കുന്നതാണ്. വിനോദങ്ങൾ ആസ്വദിക്കുവാനും ഈയൊരു ആഴ്ച നേരം കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക. അതുപോലെ തുളസിമാല സമർപ്പിച്ച് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഇരട്ടി ഫലം സമ്മാനിക്കും. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. ഈയൊരു ആഴ്ച സ്വന്തം പണം മുടക്കി ചെയ്യാവുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ജാഗ്രത വേണം. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സ്വീകാര്യത വർദ്ധിക്കും. അതുപോലെ വിദ്യാഭ്യാസ ലോൺ പരിഗണിക്കപ്പെടുന്നതാണ്. യാത്രാ ക്ലേശത്താൽ ജോലി സ്ഥലത്തു തന്നെ താമസിക്കുവാൻ തീരുമാനമുണ്ടാകും. രോഗിയായ ബന്ധുവിൻ്റെ ചികിത്സാ ചെലവുകൾക്ക് സഹായം നൽകേണ്ടി വരുന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയുന്നതായി അനുഭവപ്പെടും. ഉറക്കം കുറയാം. അതുപോലെ ഭൂമിയുടെ ക്രയവിക്രയം നീളുന്നതാണ്. നവീന ഇലക്ട്രോണിക്സ് ഉൽപ്പന്നം വാങ്ങുവാനും ഈയൊരു വാരം സാധിക്കും. അതുപോലെ ഉപാസനാദികൾ മുടങ്ങാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വാരം കൂടിയാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഗണപതിക്ക് മോദകം സമർപ്പിക്കുക. അതുപോലെ ഓം ഗം ഗണപതിയെ നമഃ എന്ന മന്ത്രം 108 പ്രാവശ്യം ഉരുവിടുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. ഈയൊരു ആഴ്ച തിരിച്ചടികളിൽ നിന്നും പാഠം ഉൾക്കൊള്ളും. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനേക്കാൾ ഗുണകരമാകുക നിലവിലുള്ളത് തിരുത്തുകയാകും. കൂട്ടുകാരുടെ വിശേഷിച്ചും സ്ത്രീകളുടെ പിന്തുണയും സഹായവും വന്നുചേരും. ഏജൻസികളും കരാർ പണികളും വളരെയധികം തൃപ്തികരമാകും. ആരോഗ്യപരമായി ജീവിതശൈലി രോഗങ്ങൾ പിടിപെടുവാൻ ഇടയുള്ള വാരം കൂടിയാണ്. പരിശോധനകൾ യാതൊരു രീതിയിലും മുടക്കരുത്. വ്യവഹാരങ്ങൾക്ക് ഈയൊരു ആഴ്ച അത്ര നല്ലതല്ല. കുടുംബ ബന്ധം സാമാന്യം തൃപ്തികരമായി മാറും. ചെറു യാത്രകൾ പ്രതീക്ഷിക്കാം. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വളരെയധികം ഗുണം കുറയുന്ന ദിവസങ്ങളാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി പരമശിവനെ ആരാധിക്കുക. അതുപോലെ രുദ്രാഭിഷേകം നടത്തുവാൻ കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമാണ്. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. ഈയൊരു ആഴ്ച സ്വപ്ന പദ്ധതികളുമായി മുന്നോട്ട് പോകുവാൻ കഴിയും. അതുപോലെ വളരെയധികം നേട്ടങ്ങളും വന്നു ചേരും. വിദ്യാഭ്യാസപരമായി മൗഢ്യം വന്ന ബുധൻ ജന്മനക്ഷത്രത്തിൽ തുടരുകയാൽ കാലം നിങ്ങൾക്ക് ഗുണകരമല്ല. ഏകാഗ്രത കുറയുന്നതാണ്. ജോലി മാറ്റക്കാര്യത്തിൽ ക്ഷമ ആവശ്യമായി വരും. നിലവിലെ ജോലി യാതൊരു കാരണവശാലും ഉപേക്ഷിക്കരുത്. സൂക്ഷ്മമായി പല കാര്യങ്ങൾ ഗ്രഹിക്കുവാനും ജനകീയ വിഷയങ്ങൾ പഠിച്ചറിയുവാനും കഴിയും. സാഹോദര്യം ദൃഢമാകുന്നതാണ്. കലാരംഗത്തുള്ളവർക്ക് അവസരങ്ങൾക്കായി ഇനിയും കാത്തിരിപ്പ് തുടരേണ്ടി വരുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശ്രീരാമനാമം ജപിക്കുക. അതുപോലെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി അന്നദാനം ചെയ്യുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈയൊരു ആഴ്ച പൂർവിക സ്വത്തിൽ നിന്നും അനുഭവങ്ങൾ വന്നു തുടങ്ങും. സമയോചിത തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ചും കർമ്മരംഗത്ത് ശുഷ്കാന്തി കാട്ടുവാൻ സാധിക്കും. വിപരീത സാഹചര്യങ്ങളിലും ആദർശം ഉപേക്ഷിക്കുവാൻ യാതൊരു രീതിയിലും തയ്യാറാകില്ല. ഭൗതികമായ കാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ ഉപദേശങ്ങൾ തേടേണ്ടി വരും. ഗൃഹത്തിൽ ചെറിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണികൾ വേണ്ടി വരുന്നതാണ്. അതുപോലെ വിദേശത്ത് കഴിയുന്നവരുടെ തൊഴിൽ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാകും. ജന്മവ്യാഴത്തിന് മൗഢ്യം കൂടി വരികയാൽ ഉപാസനാദികൾ, അതുപോലെ പറഞ്ഞുറപ്പിച്ച തീർത്ഥാടന യാത്രകൾ എന്നിവയിൽ മാറ്റങ്ങൾ സംഭവിക്കാം.
ബുധൻ വെള്ളി ദിവസങ്ങളിൽ കൂടുതൽ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ബൃഹസ്പതിയെ പ്രാർത്ഥിക്കുക. അതുപോലെ മഞ്ഞ വസ്ത്രം ദാനം ചെയ്യുകയോ കടലപ്പരിപ്പ് ദാനം ചെയ്യുകയോ ചെയ്യുന്നത് ഇരട്ടി ഫലം സമ്മാനിക്കും. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. 12ലും ജന്മത്തിലും ആദിത്യനും വ്യാഴം ജന്മത്തിലും സഞ്ചരിക്കുകയാൽ ആത്മവിശ്വാസം വളരെയധികം കുറയുന്നതാണ്. ദേഹക്ഷീണം അനുഭവപ്പെടും. അലച്ചിലും വർദ്ധിക്കുന്നതാണ്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ജോലി ഭാരം വർദ്ധിക്കും. അതായത് മേശപ്പുറത്ത് ഫയലുകൾ കുമിഞ്ഞുകൂടും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി തേടുന്ന ആളുകൾക്ക് അഭിമുഖങ്ങളിൽ ശോഭിക്കുവാൻ കഴിയുമെങ്കിലും നിയമന ഉത്തരവ് വൈകുന്നതാണ്. അതുപോലെ സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾ സമയോചിതമായ ഇടപെടലുകളിലൂടെ പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. ബന്ധുവിന് കഴിയുന്ന രീതിയിലുള്ള ചികിത്സാ സഹായം നൽകേണ്ടി വരും. ഞായർ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വളരെയധികം ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നാഗദേവതയെ പ്രാർത്ഥിക്കുക. അതുപോലെ നാഗക്ഷേത്ര ദർശനം നടത്തി പാലഭിഷേകം നടത്തുന്നതും ഇരട്ടി ഫലം ചെയ്യുന്നതാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. തൊഴിൽപരമായ നിങ്ങൾക്ക് വളരെയധികം അഭ്യുദയം പ്രതീക്ഷിക്കാം. ആത്മവിശ്വാസം വാക്കുകളിലും കർമ്മങ്ങളിലും വന്നു ചേരും. ചിട്ടവട്ടങ്ങളോട് കൂറ് പുലർത്തുമ്പോൾ തന്നെ പുതിയ കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കുവാൻ കഴിയുന്നതാണ്. ജന്മനക്ഷത്രത്തിലൂടെ കേതു സഞ്ചരിക്കുന്ന കാലമാകിയാൽ ദേഷ്യം വർദ്ധിക്കും. പകർച്ചവ്യാധികൾ പിടിപെടാം. ആശുപത്രി ചെലവുകൾ വരുന്നതാണ്. മാതാപിതാക്കളുടെ പരിപാലനത്തിൽ പ്രത്യേകം ശ്രദ്ധ ഈ ആഴ്ച വേണ്ടിവരും. നിക്ഷേപങ്ങളിൽ ലാഭം കുറയുവാനിടയുണ്ട്. അതുപോലെ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വളരെയധികം മേന്മ കുറയുന്ന ദിവസങ്ങളാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി പിതൃസ്മരണം നടത്തുക. അതുപോലെ കുടുംബ ദേവതയെ പ്രാർത്ഥിക്കുകയും മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജന്മരാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്ന കാലമായതിനാൽ സുഖഭോഗങ്ങൾ ഉണ്ടാകും. വളരെയധികം മോടിയിൽ നടക്കുവാൻ കഴിയുന്നതാണ്. ആഡംബരത്തിന് പണം ചെലവാക്കുവാൻ ഈയൊരു ആഴ്ച യാതൊരു രീതിയിലും മടിക്കില്ല. പ്രത്യേകിച്ചും മേലധികാരിയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളെ എതിർക്കേണ്ടി വരും. കേതു ശുക്രയോഗത്താൽ ചിലപ്പോൾ രണ്ടു മനസ്സുണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതാണ്. പ്രണയ അഭ്യർത്ഥന സ്വീകരിക്കപ്പെടും. അതുപോലെ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയുവാനിടയുണ്ട്. ആരോഗ്യപരമായ ചികിത്സാ മാറ്റത്താൽ ഉദ്ദേശിച്ച മാറ്റം നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കേണ്ടതില്ല. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് വളരെയധികം പരിശോധിക്കുന്നത് വളരെയധികം ഗുണകരമാകും. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി മഹാലക്ഷ്മി പൂജ നടത്തുക. അതുപോലെ വെള്ളിയാഴ്ച ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. വാരാദ്യ ദിവസങ്ങളിൽ മനക്ലേശമുണ്ടാകും. അലച്ചിലിനോ വീട് വിട്ടു നിൽക്കേണ്ടി വരികയോ സാധ്യതയാണ്. ജോലി സ്ഥലത്ത് സമാധാനം കുറയും. മറ്റു ദിവസങ്ങളിൽ പ്രയത്നം കൂടാതെ തന്നെ ചില നേട്ടങ്ങൾ വന്നു ചേരും. പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈവശം വന്നു ചേരുന്നതാണ്. അതായത് ലോട്ടറി, ചിട്ടി, നറുക്കെടുപ്പ് പോലുള്ള അപ്രതീക്ഷിത ധന നേട്ടമുണ്ടാകുന്നതാണ്. ദിവസവേതനം യാതൊരു രീതിയിലും തടസ്സപ്പെടുന്ന വാരമല്ല. വിജ്ഞാത സമ്പാദനത്തിൽ ശ്രദ്ധ ഏറുന്നതാണ്. കുടുംബകാര്യങ്ങളിലും ജീവിത പങ്കാളിയുടെ നിർദ്ദേശം സ്വീകാര്യമാകും. ചൊവ്വ കേതു അനിഷ്ടസ്ഥിതിയിൽ ഉപാസനാദികൾ തടസ്സപ്പെടാം. ആഭരണങ്ങൾ വാങ്ങുവാനും ഈയൊരു വാരം സാധിക്കുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി സൂര്യ നമസ്കാരം ചെയ്യുക. അതുപോലെ രാവിലെ സൂര്യന് ജലാർപ്പണം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. ഈയൊരു ആഴ്ച ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും തെളിഞ്ഞു കിട്ടും. നടന്നതൊക്കെ ദുസ്വപ്നങ്ങളായി കരുതുന്നതാണ്. കടബാധ്യതകൾ അല്പാൽപമായി പരിഹരിച്ച് തീർക്കുവാൻ സാധിക്കും. തൊഴിലിടത്തിൽ സൗഹൃദ അന്തരീക്ഷം നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി സമയം നീക്കിവെക്കുവാനും വിജ്ഞാനം വർദ്ധിപ്പിക്കുവാനും കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള താല്പര്യം വർദ്ധിക്കും. തെറ്റിദ്ധാരണകൾ നീങ്ങിക്കിട്ടുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാനും ഈ ആഴ്ച സാധിക്കും. വെള്ളി ശനി ദിവസങ്ങളിൽ മേന്മ അല്പം കുറയുന്നതാണ്.
നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഗണപതി ഭഗവാനെ ആരാധിക്കുക. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. തൊഴിൽപരമായി സമാധാനമുണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. മേലധികാരിയുടെ വിശ്വാസം നേടിയെടുക്കുവാൻ കഴിയും. അതുപോലെ തന്നെ പ്രധാന ദൗത്യങ്ങളുടെ ചുമതലക്കാരനാകുവാൻ കഴിയും. മാറുന്ന കാലത്തിൻ്റെ സാങ്കേതിക കാര്യങ്ങളിൽ താല്പര്യം ചെലുത്തുന്നതാണ്. നിങ്ങളുടെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയുകയാൽ ശത്രുക്കൾ വർദ്ധിക്കും. ആരോഗ്യപരമായി പരിശോധനകൾ യാതൊരു രീതിയിലുമുള്ള അലംഭാവം കാണിക്കരുത്. ധനവരവ് ഈയൊരു ആഴ്ചയുണ്ടാകും. ആത്മീയ കാര്യങ്ങൾക്കും സമയം ചെലവഴിക്കുവാനും കഴിയുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് പ്രണയം പുഷ്കലമാകും. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി മഹാവിഷ്ണുവിനെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണപ്രദമാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. വ്യക്തിപരമായും ഔദ്യോഗികമായും കാലം നിങ്ങൾക്ക് ഗുണകരമാണ്. കർമ്മ മേഖലയിൽ സ്വീകാര്യതയുണ്ടാകും. ഒപ്പമുള്ളവർക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ സാധിക്കും. പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുവാൻ അവസരം വന്നുചേരും. 11 ശുക്രൻ സഞ്ചരിക്കുന്ന കാലമായതിനാൽ പ്രണയാനുഭവങ്ങൾ ഉണ്ടാകും. സമ്മാനങ്ങൾ ലഭിക്കാം. അതുപോലെ സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് വളരെയധികം കരുതലോടെ വേണം. വ്യാപാരത്തിൽ മെച്ചമുണ്ടാകും. വായ്പയുടെ തിരിച്ചടവ് സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസപരമായി മകൻ്റെ പഠനത്തിൽ ചെറിയ ആശങ്കകൾ ഉണ്ടാകും. ഈയൊരു വാരത്തിൻ്റെ ആദ്യം ഒഴികെ മെച്ചപ്പെട്ട ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി മഹാലക്ഷ്മിയെ ആരാധിക്കുക. അതുപോലെ വെള്ളിയാഴ്ച വെളുത്ത പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. ഈയൊരു ആഴ്ച നിങ്ങളുടെ സംഘടനയിൽ ശക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ കഴിയും. എതിർപ്പുകളെ എല്ലാം തന്നെ തള്ളിക്കളയുന്നതാണ്. തൊഴിൽ നേടുവാൻ ശ്രമങ്ങൾ തുടരും. വിദേശത്തുള്ളവർക്ക് ജോലി തടസ്സമോ വിസ പുതുക്കൽ തുടങ്ങിയ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. അന്യനാട്ടിൽ ഉപരിപഠനത്തിലുള്ള അവസരം കൈവരുന്ന വാരമാണ്. എത്ര ശ്രമിച്ചാലും ദുർവ്യയം നിങ്ങൾക്ക് ഈയൊരു ആഴ്ച നിയന്ത്രിക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. പുതുവാഹനം വാങ്ങുവാൻ മകൻ്റെ നിർബന്ധം വർദ്ധിക്കും. വാക്പാരുഷ്യം സംഭവിക്കാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധ ഈ ആഴ്ച വേണ്ടതാണ്. വാരമധ്യം മുതൽ നിങ്ങൾക്ക് ഗുണാധിക്യം പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. ശനി പഞ്ചമത്തിൽ തുടരുന്നത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും. കർമ്മരംഗത്ത് ഏകോപനം കുറയുന്ന വാരമാണ്. വാഹനം ഉപയോഗിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ വളരെയധികം ശ്രദ്ധ വേണം. നവസംരംഭങ്ങൾക്ക് ലോൺ ലഭിക്കുന്നതാണ്. ഗവേഷകർക്ക് പ്രബന്ധ രചനയ്ക്കായി യാത്രകൾ വേണ്ടിവരും. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുവാൻ സാധിക്കും. ഏജൻസികൾ, കമ്മീഷൻ വ്യാപാരം എന്നിവയിലൂടെ ധനനേട്ടം നിങ്ങൾക്ക് ഈയൊരു ആഴ്ച പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കൂട്ടുകെട്ടുകളിൽ വളരെയധികം കരുതൽ വേണ്ട വാരമാണ്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ദേഹക്ലേശം അനുഭവപ്പെടുവാനും ഇടയുള്ള വാരമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശനി ദേവനെ പ്രാർത്ഥിക്കുക. അതുപോലെ എള്ളെണ്ണ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രനാഥനായ ബുധന് ബലഹാനി ഉള്ള വാരമായതിനാൽ പഠനത്തിൽ ശ്രദ്ധ കുറയും. ആശയവിനിമയത്തിൽ സുഗമത ലോപിക്കുന്നതാണ്. ഇഷ്ടകാര്യങ്ങൾ മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും. മകളുടെ ഭാവി കാര്യത്തിൽ ഉത്കണ്ഠ വർദ്ധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ സ്വന്തം സ്ഥാപനത്തിൽ നിന്നുള്ള വരുമാനം ശരാശരിയായിരിക്കും. നവസംരംഭങ്ങൾക്കായി ഇനിയും കാത്തിരിപ്പ് തുടരേണ്ടി വരും. വിനോദ പരിപാടികൾ കാണുവാൻ നേരം കണ്ടെത്തുന്നതാണ്. ചെറിയ യാത്രകൾ കൊണ്ട് മാനസിക പിരിമുറുക്കത്തിന് അയവുണ്ടാക്കുന്നതാണ്. ദാമ്പത്യത്തിൽ അനുരഞ്ജനം അനിവാര്യമായി മാറും. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ദേഹക്ലേശം ഉണ്ടാകുവാനും ഇടയുള്ള വാരമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. ഉദ്യമശാലികൾക്ക് വളരെയധികം ഉയരാൻ പറ്റിയ സാഹചര്യമാണ് ഈയൊരു ആഴ്ച വന്നു ചേരുക.
തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കും. ഏഴിലെ ബുധാദിത്യന്മാർ നിപുണ യോഗമുണ്ടാക്കും. അഷ്ടമ വ്യാഴത്തിന് മൗഢ്യം വരികയാൽ പണവരവും ചെലവും തമ്മിൽ സന്തുലനം കുറയുന്നതാണ്. വ്യാപാര സമിതികളിൽ സ്വാധീനം വർദ്ധിക്കും. അതുപോലെ നിങ്ങളുടെ സഹോദരങ്ങളോട് കലഹിക്കേണ്ട സ്ഥിതി വന്നു ചേരാം. 9-ലെ ശുക്രൻ മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള സാഹചര്യം സമ്മാനിക്കും. ഈശ്വര അർപ്പണങ്ങൾ മുടങ്ങാതിരിക്കുവാൻ വളരെയധികം കരുതൽ വേണം. വാരം മധ്യത്തിലെ 2 ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ദേവീക്ഷേത്ര ദർശനം നടത്തി ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച സ്വപ്ന പദ്ധതികളുടെ ഭാഗമാകുവാൻ സാധിക്കും. യാത്രകളെല്ലാം തന്നെ സഫലമാകുന്നതാണ്. നല്ല കാര്യങ്ങളിൽ സക്രിയ സാന്നിധ്യമുണ്ടാകും. ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉന്നത അധികാരികളിൽ നിന്നും ഉത്തരം കിട്ടുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കപ്പെടാം. പ്രകോപനങ്ങൾ മറികടക്കേണ്ടതുണ്ട്. ഭൂമി ഗുണമുണ്ടാകും. വസ്തു വിൽപ്പനയ്ക്ക് സാഹചര്യം ഇണങ്ങുന്നതാണ്. അതുപോലെ കുടുംബാംഗങ്ങൾക്കിടയിലെ തെറ്റിദ്ധാരണകളെല്ലാം മാറും. വ്യാപാരികളായ ആളുകൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച ലോൺ അല്പം വൈകുന്നതാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ മെല്ലെയാകും. ജോലി ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ സ്ഥാനക്കയറ്റം കിട്ടുന്നതാണ്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ശുഭത്വം കുറയുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വരുണദേവനെ സ്മരിക്കുക. അതുപോലെ ജലദാനം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാകും. ഒപ്പമുള്ള ആളുകളുടെ സഹകരണം പ്രതീക്ഷിക്കാം. ധനുരാശിക്കാർക്ക് ഭൂമി വാങ്ങുവാനോ വിൽക്കുവാനോ ഉള്ള സാഹചര്യം വന്നു ചേരും. മകര രാശിക്കാർക്ക് സന്താനങ്ങളെ ചൊല്ലി ഉത്കണ്ഠ വർദ്ധിക്കുന്നതാണ്. ശാരീരികമായി അധ്വാനം വർദ്ധിക്കും. അറ്റകുറ്റപ്പണികളിൽ പ്രതീക്ഷിതത്തിലും ചെലവ് വന്നു ചേരും. സ്വന്തം തീരുമാനങ്ങൾ പരസ്യപ്പെടുത്തരുത്. ഉപാജപങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച വളരെയധികം കരുതൽ വേണ്ടതാണ്. നിക്ഷേപങ്ങളിൽ നിന്നും വളരെയധികം ധന നേട്ടം പ്രതീക്ഷിക്കാം. ഓൺലൈൻ വ്യാപാരത്തിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നീളുവാനും ഇടയുള്ള വാരമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി മഹാവിഷ്ണുവിനെ ആരാധിക്കുക. അതുപോലെ തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച നിങ്ങളുടെ നക്ഷത്രാധിപനായ ചന്ദ്രൻ്റെ ബലരാഹിത്യത്താൽ മനസമാധാനം കുറയുന്നതാണ്. അകാരണമായ വിഷാദം അനുഭവപ്പെടും. അതുപോലെ ശുഷ്കാന്തി കുറയുന്നതാണ്. ബുധൻ മുതൽ ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം. ഫയലുകൾ, ഇമെയിലുകൾ എന്നിവ പരിശോധിക്കേണ്ടി വരും. സഹപ്രവർത്തകരുടെ അഭിപ്രായം സ്വീകാര്യമാകും. സാമ്പത്തികമായ സ്ഥിതി വളരെയധികം നല്ലതാണ്. കൈവായ്പകൾ മടക്കി കിട്ടും. അതുപോലെ പ്രൊജക്റ്റുകൾക്കായി കൂടുതൽ വിവരശേഖരണം ആവശ്യമായി വരും. സ്വന്തം ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാൻ മുന്നോട്ടിറങ്ങുന്നതാണ്. വെള്ളി, ശനി ദിവസങ്ങളിൽ ശുഭത്വം കുറയുന്ന ദിവസങ്ങളാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശ്രീ മഹാവിഷ്ണുവിനെയോ ശ്രീകൃഷ്ണ ഭഗവാനെയോ ആരാധിക്കുക. അതുപോലെ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. അധികാരമുള്ള പദവികളിൽ ഇരിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. സാധാരണ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ആഴ്ച നടന്നു കിട്ടും. ആക്ഷേപങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുവാൻ സാധിക്കും. ഊരു ചുറ്റുവാനും കാഴ്ചകൾ ആസ്വദിക്കുവാനുമുള്ള മനസ്സുണ്ടാകുന്നതാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുക എന്നത് യാതൊരു രീതിയിലും ഈ ഒരു ആഴ്ച എളുപ്പമാകില്ല. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് ഭാവി സംബന്ധമായ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും. വിരോധിക്കുന്നവരുടെ വാദങ്ങൾ കേൾക്കുവാൻ തയ്യാറാകും. പുതുതലമുറയുമായി കൂടുതൽ അടുക്കുവാൻ സാധിക്കുന്നതാണ്. മകരരാശിക്കാർക്ക് ചൊവ്വയും ബുധനും, കുംഭരാശിക്കാർക്ക് ഞായറും തിങ്കളും അനുകൂല ദിവസങ്ങളല്ല. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവക്ഷേത്ര ദർശനം നടത്തി തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്.
ഉദ്യോഗസ്ഥർക്ക് ഈയൊരു ആഴ്ച അധ്വാന ഭാരം വർദ്ധിക്കും. വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം വളർച്ച പ്രതീക്ഷിക്കാം. മേലധികാരിയുമായുള്ള ബന്ധം കുറച്ചുകൂടി സുഗമമാകുന്നതാണ്. സുഹൃത്തുക്കളുമായി ചേർന്ന് നവസംരംഭങ്ങൾ തുടങ്ങുവാൻ ആലോചിക്കുന്നതാണ്. അതിനായി പ്രാഥമിക പ്രവർത്തനം തുടങ്ങി വയ്ക്കുവാനും ഈയൊരു ആഴ്ച സാധിക്കും. അപ്രധാന കാര്യങ്ങളെല്ലാം തന്നെ ഈയൊരു ആഴ്ച ഒഴിവാക്കുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായ ബാധ്യതയെക്കുറിച്ച് സമ്മർദ്ദമുണ്ടാകും. ആചാരാനുഷ്ഠാനങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുന്നതാണ്. അന്യനാട്ടിൽ കഴിയുന്ന ആളുകൾക്ക് നാട്ടിലേക്ക് മടങ്ങുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ ഉപദ്രവിക്കുവാനും ഈയൊരു ആഴ്ച ഇടയുള്ള വാരമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശനിദേവനെയും ഭൈരവ ഭഗവാനെയും പ്രാർത്ഥിക്കുക. അതുപോലെ ദരിദ്രരായ ആളുകളെ സഹായിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജന്മനാട്ടിലെ ഭൂമി വിൽക്കുന്നതിനുള്ള ശ്രമം തുടരുന്നതാണ്. കരാർ വ്യവസ്ഥകൾ പാലിച്ചതിനാൽ നിലവിലെ കരാർ പുതുക്കപ്പെടും. ബിസിനസ്സുകാർക്ക് ഉപഭോക്താക്കളുടെ സ്വീകാര്യത വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വിചാരിച്ചതിലും തുക വന്നു ചേരും. അറിയാത്ത കാര്യങ്ങളിൽ മൗനം പാലിക്കുന്നത് വളരെയധികം ഗുണകരമാകും. ബന്ധുവിന് ചികിത്സാ സഹായം നൽകേണ്ടി വരും. ആത്മവിശ്വാസം അമിതമാകുന്നത് ദോഷമായി മാറും. ബുധൻ മുതൽ വളരെയധികം ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക. അതുപോലെ തുളസിമാല സമർപ്പിച്ച് വിഷ്ണു സഹസ്രനാമ പാരായണം നടത്തുന്നതും വളരെയധികം ഗുണപ്രദമാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. ജന്മശനിയും 12-ലെ രാഹുവും സമ്മർദ്ദങ്ങൾ സമ്മാനിക്കും. പഴയ ചില കലഹങ്ങൾ തല പൊക്കുവാൻ ഇടയുള്ള സമയമാണ്. സമയബന്ധിതമായി ചെയ്യാമെന്നേറ്റ കാര്യങ്ങൾ തടസ്സപ്പെടുവാനിടയുണ്ട്. അതുപോലെ തന്നെ അപ്രതീക്ഷിത ധന നേട്ടം പ്രതീക്ഷിക്കാം. എതിർപ്പുകളെയെല്ലാം തന്നെ സംയമനത്തോടെ കൈകാര്യം ചെയ്ത് വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. തടസ്സപ്പെട്ട അന്യദേശ യാത്രകൾ പ്രാവർത്തികമാകും. ദാമ്പത്യ ജീവിതത്തിലെ അലോസരങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് വളരെയധികം ഗുണകരമായി മാറും. കിടപ്പ് രോഗികൾക്ക് ചികിത്സാ മാറ്റം വഴി ഗുണവർദ്ധനവുണ്ടാകുന്നതാണ്. വാരം മധ്യം തൊട്ടുള്ള ദിവസങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന വാരമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഗണപതി ഭഗവാനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും പ്രാർത്ഥിക്കുക. അതുപോലെ പശുവിന് ഭക്ഷണം നൽകുകയോ അന്നദാനം നടത്തുകയോ ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.